ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എല്ലാവരുടെ ആഗ്രഹമാണ്. അതും കുറച്ച് സ്റ്റൈലായിട്ടാണെങ്കിലോ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ചില വേർഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്കും സ്റ്റൈലായിട്ട് സംസാരിക്കാം. വീഡിയോ നോക്കാം. ഫസ്റ്റ് സെന്റൻസ് നോക്കാം. I have no money right now, so I have to borrow some from my friend. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാഷ് എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണല്ലേ. I have no money right now, so I have to borrow some from my friend. ഈ I have no money എന്നത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആണ്. ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയുന്നതിൽ സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട. I have no money എന്നതിന് പകരം നമുക്ക് I am broke എന്ന് പറയാം. I have no money എന്നതിന് പകരം I am broke എന്ന് പറയാം. അപ്പോ I am broke right now, so I have to borrow some from my friend. ഈ I am brokeും I have no moneyയും തമ്മിൽ മീനിങ് വൈസ് വ്യത്യാസമൊന്നുമില്ല. രണ്ടിന്റെ അർത്ഥം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന് തന്നെയാണ്. I have no money എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫോർമൽ ആണ്. I am broke എന്ന് പറയുമ്പോൾ ഒരു ഇൻഫോർമൽ സ്റ്റൈലാണ്. ഇന്ന് എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ വേ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കും സ്റ്റൈലിഷ് ആയിട്ട് പറയാം I am broke right now. അടുത്ത സെന്റൻസ് നോക്കാം. അടുത്ത സെന്റൻസ് നോക്കിയേ. That noise is really annoying. Please stop it. That noise is really annoying. Please stop it. അപ്പൊ നമുക്കത് ഇറിറ്റേറ്റിംഗ് ആണല്ലേ ആ സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഈ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ഒക്കെ കേട്ട് മടുത്തു. ഒരുപാട് കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്നതിന് പകരം നമുക്ക് എന്തെന്ന് പറയാം? കട്ട് ഇറ്റ് ഔട്ട്. കട്ട് ഇറ്റ് ഔട്ട്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റിന് പകരം നമ്മൾ പറയുന്ന എക്സ്പ്രഷൻ ആണ് കട്ട് ഇറ്റ് ഔട്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ബാഡ്. സംതിങ് ബാഡ്. അപ്പൊ കട്ട് ഇറ്റ് ഔട്ട് എന്ന് പറയുന്നതിന്റെ മീനിങ് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ബാഡ് എന്നതാണ്. ഇനി പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പൊളൈറ്റ് ആണല്ലേ. എന്നാൽ കട്ട് ഇറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുള്ളി ആണ്. മാത്രമല്ല ടോൺ ഇത്തിരി ഷാർപ്പർ ആണ്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അടുത്ത സെന്റൻസ് നോക്കാം. It is 10 o'clock. I think it's time to go to bed. It is 10 o'clock. I think it is time to go to bed. ഈ it is time to go to bed എന്നത് മാറ്റി നമുക്ക് hit the hay എന്ന് പറയാം. hit the hay അല്ലെങ്കിൽ hit the sack എന്ന് പറയാം. അപ്പൊ എങ്ങനെ സെന്റൻസ് പറയാം? It is 10 o'clock. I think it is time to hit the hay. അല്ലെങ്കിൽ it is time to hit the sack. It is 10 o'clock. I think it is time to hit the hay. അടുത്ത സെന്റൻസ് നോക്കിയേ. Our business is really improving. It is profitable. Our business is really improving. It is profitable. ഈ വേർഡ് ഓക്കെ ആണല്ലേ. ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം ബിസിനസ് കുറച്ച് ലാഭകരമാണെന്ന്. എന്നാൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ദ ബ്ലാക്ക് എന്ന് പറയാം. ഇൻ ദ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഫിറ്റബിൾ എന്ന് തന്നെയാണ് അർത്ഥം. ലാഭമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സെന്റൻസ് എങ്ങനെ പറയാം? Our business is really improving. We have been in the black all year. Our business is really improving. We have been in the black all the year. ഇനി ബിസിനസ് നഷ്ടത്തിലാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? ഇൻ ദ റെഡ് എന്ന് പറയും. കളർ തമ്മിൽ മാറരുത്. ലാഭം ഉണ്ടെങ്കിൽ ഇൻ ദ ബ്ലാക്ക് എന്ന് പറയാം. ബിസിനസ് നഷ്ടമാണെങ്കിൽ ഇൻ ദ റെഡ് എന്ന് പറയാം. അടുത്ത സെന്റൻസ്. ഹാവ് യു സീൻ രാഹുൽ? I haven't seen him for a very long time. I haven't seen him for a very long time. ഈ for a very long time കേട്ട് മടുത്തല്ലേ? ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. For a very long time. അപ്പോ for a very long time എന്നത് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. എങ്ങനെ പറയാം?
ഇൻ ഏജസ്. ഇൻ ഏജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ എ വെരി ലോങ് ടൈം എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പറയാം, ഹാവ് യു സീൻ രാഹുൽ? ഐ ഹാവ് സീൻ ഹിം ഇൻ ഏജസ്. ഇൻ ഏജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ വെരി ലോങ് ടൈം എന്ന് തന്നെയാണ് അർത്ഥം. ഇനിയും ഒരുപാടുണ്ട്, എല്ലാം കൂടി പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ബാക്കി ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ പറയാം. നന്നായിട്ട് സംസാരിക്കാൻ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫ്രേസസ് മാറ്റിയാൽ മതി. ഇതിനെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിലെ ഇഡിയംസ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.